ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഫാഷൻ സൈക്കിൾ, പിന്നെ ഫാഷൻ ഡിസൈനിങ് ടെർമിനോളജി, ഫാഷൻ ബിസിനസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫാഷൻ എന്താണെന്ന് അതിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ഫാഷനെ റിലേറ്റ് ചെയ്ത ടോപ്പിക്കുകളാണ് ഇനി വരുന്നതും. അപ്പം നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫാഷൻ സൈക്കിൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു പുതിയൊരു ഫാഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഏതൊക്കെ സ്റ്റേജിൽ കൂടിയാണ് കടന്നു പോകുന്നത്, അതാണ് ഫാഷൻ സൈക്കിൾ. അതിൻ്റെ ഒരു ചക്രം, നമ്മൾ കാലചക്രം എന്നൊക്കെ പറയുന്ന പോലെ ഒരു സൈക്കിളാണത്. പിന്നെ ഉള്ളത് ടെർമിനോളജി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഫാഷനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ടേംസ്. അപ്പോൾ ഇതിൽ ഞാൻ ടെക്സ്റ്റിലുള്ള ടേംസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തുള്ളൂ. ഇതല്ലാതെ നമുക്ക് ഒരുപാട് ടെർമിനോളജി ഉണ്ട്, അത് വേറെ ആയിട്ട് തന്നെ തരാം കേട്ടോ. ഇത് ഫാഷൻ്റെ ആ ടോപ്പിക്കിൽ ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഞാൻ തരുന്നതാണ്, ടെർമിനോളജീസ്. പിന്നെ ഉള്ളത് ഫാഷൻ ബിസിനസ്, അതും ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കുകൾ. ഓക്കെ, അപ്പം നമ്മൾ ഫാഷൻ എന്താണെന്നൊക്കെ പറഞ്ഞു അല്ലേ. ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വലിനും പ്രത്യേകമായിരിക്കും. ഓരോരുത്തരുടെയും നമ്മുടെ കൺസെപ്റ്റ് ഫാഷൻ എന്ന് പറയുന്നത് വ്യത്യാസം ഉണ്ടാവും. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല നമ്മൾ ഫാഷനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. അപ്പം ഇതിൽ ഫാഷൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ സ്റ്റൈലായിരിക്കും. അത് പോപ്പുലറായിട്ട് ഒരു ടൈം പീരീഡിലുള്ള ഒരു പോപ്പുലറായിട്ടുള്ളൊരു സ്റ്റൈലിനെ നമ്മൾ ഫാഷൻ എന്ന് പറയും. ഓക്കെ, അപ്പം നമ്മുടെ ഫാഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ അതിന് 5 സ്റ്റേജസ് ഉണ്ട്. ഓക്കെ, ഫാഷൻ ഇങ്ങനെ നമ്മൾ ആദ്യം നമ്മൾ ആ ഫാഷനെ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു, പിന്നെ അതിൻ്റെ ആ ഒരു വളർച്ച, പിന്നെ അത് മാക്സിമം എത്തിയിട്ട് പിന്നെ അതിൻ്റെ ഡിക്ലൈൻ, അത് പിന്നെ എന്താ പറയുക അവിടെ അവസാനിക്കുന്ന ഒബ്സലൻസ്. അപ്പോൾ അത്രയും സ്റ്റേജസ് നമ്മൾ ഫാഷൻ്റെ എല്ലാ ഫാഷനും ഉണ്ടാവും. ചിലത് ഫാഷൻ പെട്ടെന്ന് തീരാത്തതും ഉണ്ടാവും കേട്ടോ. ഫാഷൻ നമ്മൾ അവിടെ തീർന്നെങ്കിലും പിന്നെയും ചിലപ്പോൾ അത് റിപ്പീറ്റ് ചെയ്തിട്ട് പിന്നെയും വരാൻ ചാൻസ് ഉണ്ട്. അതിനൊരു റീബേർത്തൊക്കെ ആയിട്ട് പിന്നെയും വരാനുണ്ട്. അപ്പോൾ പണ്ടത്തെയൊക്കെ നമുക്കറിയാം ബെൽ ബോട്ടം പാൻസ് പണ്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ അത് പെട്ടെന്ന് അത് കഴിഞ്ഞു. പിന്നെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ഒരു മോഡല് പിന്നെ ഇറങ്ങി. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് അവിടെ ഓബ്സലൻസ് കഴിഞ്ഞു, പിന്നെ അത് സ്റ്റാർട്ട് ചെയ്ത പോലെയാണ്, അതിൻ്റെ ഒരു റീബർത്ത് പോലെ വരുന്നുണ്ട്. അപ്പം മെയിനായിട്ടും 5 സ്റ്റേജസ് ആണ് ഫാഷൻ സൈക്കിളിനുള്ളത്. അപ്പം നമ്മൾ ഫസ്റ്റ് അതെന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, പിന്നത്തത് റൈസ്, പീക്ക് സ്റ്റേജ്, ഡിക്ലൈൻ സ്റ്റേജ് ആൻഡ് ഒബ്സലൻസ്. ഒബ്സലൻസ് മീൻസ് ഡെത്ത്, ആ ഒരു ഫാഷൻ്റെ അവസാനിക്കുന്നത് അവിടെ, അതവിടെ തീരുന്നതാണ്. ചില ഫാഷൻ അങ്ങനെയാണല്ലോ, നമ്മളവിടെ ഒരു പ്രത്യേക ഒരു ടൈം പീരീഡിൽ നന്നായിട്ട് പീക്ക് പോയിൻ്റ് വരെ എത്തും. പക്ഷെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലോ പിന്നെ അതിന് മൂവ് ചെയ്യാനില്ല. കാരണം എല്ലാവരും ആ ഫാഷൻ ആക്സെപ്റ്റ് ചെയ്തു, എല്ലാവരും വാങ്ങിച്ചു കഴിഞ്ഞു, പിന്നെ അത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങണമെന്നില്ല. അപ്പോൾ അത് അവിടെ തീർന്നു ഫാഷൻ. അപ്പോൾ അതിനെയാണ് ഒബ്സലൻസ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേജസും നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സൈക്കിള്. അപ്പോൾ ഫസ്റ്റ് നമ്മളിതാ കണ്ടോ, ഇവിടെയാണ് ഇൻട്രൊഡക്ഷൻ വരുന്നത്. പിന്നെ ഇത്രയാണ് റൈസ് എന്ന് പറഞ്ഞാൽ എന്താ, അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിന് ചെറുതായിട്ടൊരു വളർച്ച വന്നു അല്ലേ. എല്ലാവരുടെയിലും ആക്സെപ്റ്റ് ചെയ്ത് വരുന്നതാണ് റൈസ്. പിന്നെ പീക്ക് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഹയസ്റ്റ് പോയിൻ്റ്, അതായത് ഇവിടുന്ന് ഇതാണ് ഏറ്റവും വലിയ പോയിൻ്റ് വരുന്നത് അല്ലേ, ഇത്രയും ഹയസ്റ്റ് പോയിൻ്റ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഹയസ്റ്റ് പോയിൻറ്റിനാണ് പീക്ക് പോയിൻ്റ് അല്ലെങ്കിൽ പീക്ക് സ്റ്റേജ് എന്ന് പറയാം. പിന്നെ അത് സ്റ്റാർട്ട് ചെയ്തു എന്ത്, ഡിക്ലൈൻ ചെയ്യാൻ, അത് അവിടെ തീരാനുള്ള സ്റ്റാർട്ടിംഗ് ആണ്. ഇവിടെ എത്തുമ്പോഴേക്കും ഒരു ഡിക്ലൈനായി, പിന്നെ താഴെ എത്തുമ്പോഴേക്കും അത് തീർന്നു അവിടെ, ഒബ്സലൻസ്. ഓക്കെ, ഇവിടെ കാണിച്ചിരിക്കുന്ന ടൈമാണ്. ഈ ടൈമിനനുസരിച്ചാണ് ഓരോ സ്റ്റേജും കടന്നു പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ എങ്ങനെയായിരിക്കും, എല്ലാ കൺസ്യൂമേഴ്സും അത് നമ്മൾ ഒരു ഫാഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എല്ലാവരും അത് ലിമിറ്റഡ് ആക്സെപ്റ്റൻസ് ആയിരിക്കും. ഫസ്റ്റ് വന്ന ഉടനെ തന്നെ എല്ലാവരും വാങ്ങണമെന്നില്ല അല്ലേ. അത് ഏതെങ്കിലും ഫാഷൻ സെലിബ്രിറ്റീസോ അല്ലാതെ ഏതെങ്കിലും സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫേമസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ചിലപ്പോൾ ആ ഫാഷൻ ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു അഡ്വർടൈസ്മെൻറ്റിൽ കൂടെ പുറത്തേക്ക്, അതായത് മാർക്കറ്റിലേക്ക് നമ്മൾ കാണുന്നത്, അഡ്വർടൈസ്മെൻറ്റ് കാണാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഫാഷൻ ലീഡേഴ്സ് അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ നമ്മൾ ആദ്യം ആ ഒരു ഫാഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സമയത്ത് എങ്ങനെയാണ്, ക്വാണ്ടിറ്റി പ്രൊഡക്ഷനൊക്കെ ആ ഒരു ഫാഷനിലുള്ളത് കുറവായിരിക്കും പ്രൊഡക്ഷൻ. പിന്നെ ആ സമയത്ത് ആ ഒരു ഫാഷൻ നല്ല കോസ്റ്റ്ലി ആയിരിക്കും.
വന്ന ഉടനെ ആ ഒരു മെറ്റീരിയലിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നല്ല കോസ്റ്റ്ലി ആയിരിക്കും. പക്ഷേ അത് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ എന്ത് ചെയ്യും, അതിൻ്റെ റേറ്റ് കുറഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആവും. പക്ഷേ അത് ക്വാളിറ്റിയിലും ഒക്കെ വ്യത്യാസം വരും കേട്ടോ. നമ്മൾ പറയില്ല അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, അതുപോലെ ഇതിൻ്റെ ഒരു നോക്ക് ഓഫ് എന്നാണ് പറയുക. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുമ്പം നോക്ക് ഓഫ് ഇതേ ഒരു സ്റ്റൈലാണ്, പക്ഷേ അത് അതിൻ്റെ ക്വാളിറ്റിയിലും എല്ലാം വ്യത്യാസത്തിൽ അതേ പ്രൊഡക്റ്റ് തന്നെ വേറൊരു രീതിയിൽ ഇറക്കും. അപ്പം ഫസ്റ്റ് ഇറങ്ങിയ അത്രയും പ്രൈസും ഒന്നും ഉണ്ടാവില്ല. അപ്പം ഫസ്റ്റ് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ്, എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. അത് ആദ്യം മനസ്സിലാക്കുക. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ കുറച്ച് പേരെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. പിന്നെ ഇൻക്രീസ് ഇൻ പോപ്പുലാരിറ്റി. അപ്പം നമ്മൾ പറഞ്ഞ പോലെ സെലിബ്രിറ്റീസൊക്കെ അത് ടെലിവിഷൻ അല്ലെങ്കിൽ അതർ എന്തെങ്കിലും സോഷ്യൽ മീഡിയ വഴി അതിന് ഒരു പോപ്പുലാരിറ്റി കൊടുക്കുവാണ്. ഓക്കെ. അപ്പോഴാണ് ആൾക്കാർ അതിനെ ഒരു അഡാപ്റ്റ് ചെയ്ത് തുടങ്ങുന്നത്. പിന്നെയാണ് റൈസ്. അതായത് ഇൻട്രൊഡക്ഷൻ്റെ സ്റ്റേജിൽ തന്നെയാണ് പോപ്പുലാരിറ്റിയും വരുന്നത്. പിന്നെ റൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു ഫാഷൻ കുറേ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്ത് വരുന്ന ആ ഒരു പോയിന്റിലാണ് നമ്മൾ റൈസ് എന്ന് പറയുക. അത് ഉയർന്നു നിൽക്കുന്ന സമയമാണല്ലോ. ഫാഷൻ ഒന്ന് ആക്സെപ്റ്റ് ചെയ്തു, മാക്സിമം പോയിന്റിലെത്തിയില്ല, പക്ഷേ ഫാഷൻ അതെല്ലാവരും ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്ന ആ ഒരു കാലഘട്ടത്തിന് നമ്മൾ റൈസ് സ്റ്റേജ് എന്ന് പറയാം. അപ്പോൾ എന്ത് ചെയ്യും, ആ മാനുഫാക്ചറേഴ്സും ഒക്കെ അത് എന്ത് ചെയ്യും, ആ ഡിസൈൻ ആ സ്റ്റൈല് പിന്നെ കുറച്ചും കൂടെ എക്സ്പെൻസീവ് കുറഞ്ഞിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കും. ഓക്കെ. കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അത് അഫോർഡബിൾ ആണ്, എല്ലാവർക്കും അത് വാങ്ങിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവും. ആദ്യത്തേത് നമ്മൾ പറഞ്ഞു ഹൈ പ്രൈസ് ആയിരിക്കും. പിന്നെ ഇതെല്ലായിടത്തും അവൈലബിൾ ആയിരിക്കും, കുറേ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യും, അതിൽ എന്തെങ്കിലും അഡാപ്റ്റേഷൻസ് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തും. പിന്നെ അത് മാസ് പ്രൊഡക്ഷൻ ഉണ്ടാവും. ഫസ്റ്റ് നമ്മൾ പറഞ്ഞതിൽ ലിമിറ്റഡ് ആയിരുന്നു പ്രൊഡക്ഷൻ. ഓക്കെ. റൈസ് ആകുമ്പോഴേക്കും അത് ഒരു ഫാഷൻ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു എന്ന് കാണുമ്പോൾ എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ കൂട്ടും, മാസ് പ്രൊഡക്ഷനാവും, ഒരു ബൾക്ക് ക്വാണ്ടിറ്റിയിൽ അതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. പീക്ക് ഇൻ പോപ്പുലാരിറ്റി. പീക്ക് എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ഹയസ്റ്റ് ലെവലിലെത്തുന്നത്, എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുക. അതായത് ആ ഫാഷൻ എല്ലാ ആൾക്കാരും കൺസ്യൂമറിലേക്ക് എല്ലാവരിലേക്കും എത്തുക. അപ്പോൾ എല്ലാവരും മാസ് പ്രൊഡക്ഷൻ ആയ കാരണം എല്ലാവർക്കും മാസ് ആക്സെപ്റ്റൻസ് ഉണ്ടാവും അല്ലേ. പിന്നെ എന്താണ്, വെറൈറ്റി പ്രൈസസിലും അവൈലബിൾ ആയിരിക്കും. ഒരു സാധനം നമ്മൾ ഹൈ കോസ്റ്റ്ലി ആണെങ്കിൽ അതേ സാധനം തന്നെ നമുക്ക് വില കുറഞ്ഞിട്ടും അവൈലബിൾ ആവും. ഓക്കെ. അപ്പോൾ അത് അതിൻ്റെ ടൈമിനനുസരിച്ച് അത് ചിലപ്പം ക്ലാസിക് ആവാം. കാരണം ക്ലാസിക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, കുറേ കാലം നിൽക്കുന്നത്, ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാധനത്തിനെയാണ് നമ്മൾ ക്ലാസിക് എന്ന് പറയുക. ഓക്കെ. പിന്നെ ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ, അപ്പോൾ എല്ലാവരും നമ്മൾ നേരത്തെ സ്റ്റേജിൽ പീക്ക് സ്റ്റേജിൽ എങ്ങനെയാണ്, എല്ലാവരും മാസ് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു, മാസ് ആക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു, എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ ആൾക്കാർക്ക് അത് ബോറടിക്കും. അങ്ങനെയല്ലേ, നമുക്ക് ഒരു കാര്യം നമ്മൾ ഡ്രസ്സ് മേടിച്ചു, ഒരു പർട്ടിക്കുലർ ഫാഷൻ, അങ്ങനത്തെ ഇപ്പോൾ 1-2 വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനോടൊരു താല്പര്യം ഉണ്ടാവില്ല, ബോറായി. അത് എന്താ പറയുക, എല്ലാവർക്കും ഉണ്ട്, പിന്നെ അത് തന്നെ ഉപയോഗിക്കാൻ വലിയ താല്പര്യം കാണിക്കില്ല. അപ്പോൾ എന്ത് പറ്റും, അത് പിന്നെയും പ്രൊഡക്ഷൻ അവർ ചെയ്യൂല. കാരണം ആൾക്കാർക്ക് അതിനോടൊരു വിരക്തി തോന്നി തുടങ്ങുന്ന സമയത്ത് തന്നെ അവരത് പ്രൊഡക്ഷൻ ഉണ്ടാവില്ല പിന്നെ. അപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു. അപ്പം എന്ത് ചെയ്യും, ഒന്നും വലിയ വിലയ്ക്കൊന്നും ആരും അത് വാങ്ങാൻ നിൽക്കില്ല. ഓക്കെ. അടുത്തത് റിജക്ഷൻ തന്നെയാണ് നമ്മൾ ഒബ്സലൻസ് അത് പറയുന്നുണ്ട് കേട്ടോ. റിജക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജിൽ തന്നെ വരുന്ന കേട്ടോ, ലാസ്റ്റ് ഫേസാണിത്. പിന്നെ ഇതിലാണ് ആൾക്കാർ പിന്നെ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, പ്രൈസ് വില കുറഞ്ഞിട്ട് നമുക്ക് സാധനം കിട്ടും, അത് മാനുഫാക്ചറേഴ്സ് അത് പിന്നെയും പ്രൊഡ്യൂസ് ചെയ്യാൻ നിൽക്കുന്നില്ല. ഓക്കെ. അപ്പം പുതിയൊരു സ്റ്റൈലിലേക്ക് അവർ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതാണ് നമ്മുടെ ഒബ്സലൻസ് എന്ന് പറഞ്ഞത്. ഓക്കെ. റിജക്ഷൻ്റെ സമയത്ത് ഒബ്സലൻസ് വരിക, കാരണം അവിടെ ഫാഷൻ തീർന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് ടെർമിനോളജീസാണ്. ടെർമിനോളജീസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, കുറേ ടേംസ്. അപ്പം നമ്മൾ ഫാഷനുമായിട്ട് റിലേറ്റ് ചെയ്തത് ഒരു ടേമാണ് അഡ്വർടൈസിങ് അല്ലേ. അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ, പരസ്യങ്ങൾ. എന്തിനത്, എന്തെങ്കിലും ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഇന്നൊരു ഫാഷൻ ഇറക്കി, അപ്പോൾ എല്ലാവരിലും എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മാസ് മീഡിയ യൂസ് ചെയ്യും. മാസ് മീഡിയ എന്ന് പറഞ്ഞാൽ എന്താ, കൂടുതൽ ആൾക്കാർ കാണുന്ന ടെലിവിഷൻ ആവാം, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആവാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളാവാം, അതൊക്കെ മാസ് മീഡിയ എന്ന് പറയാം. അപ്പോൾ എന്തെങ്കിലും ഒരു മെസ്സേജ് ഒരു ലാർജ് ഗ്രൂപ്പിനെ
കൺവേ ചെയ്യാനുള്ള ഒരു ഇതിനെയാണ് നമ്മൾ അഡ്വർടൈസിംഗ് എന്ന് പറയുക. ഓക്കെ. പിന്നെ അപ്പാരൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ? കോൺട്രാക്ടർ, ജോബേഴ്സ്, മാനുഫാക്ചറേഴ്സ് ഒക്കെ ഉള്ളൊരു ഇതാണ്. ക്ലോത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവരും ഉള്ളതിനെയാണ് നമ്മൾ അപ്പാരൽ ഇൻഡസ്ട്രി എന്ന് പറയുക. ഒരു കമ്പനിയാണ് അല്ലേ എല്ലാവരും ഉള്ള. ആക്സസറീസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മുടെ ഗാർമെൻറ്റിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട്, അപ്പിയറൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന എല്ലാത്തിനെയും നമ്മൾ ആക്സസറീസ് എന്ന് പറയും. ജ്വല്ലറി ആവാം, സ്കാർഫ് ആവാം, ബാഗ് ആവാം, ഹാറ്റ്സ് ആവാം, ഷൂസ് ആവാം, എല്ലാം നമ്മൾ ആക്സസറീസ് എന്ന് പറയും. ഓക്കെ. നമ്മളെ ഗാർമെൻറ്റിൻ്റെ അപ്പിയറൻസ് കൂട്ടാൻ വേണ്ടി അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന എല്ലാത്തിനെയും നമ്മൾ ആക്സസറീസ് എന്നാണ് പറയുക. പിന്നെ ഉള്ളത് ബ്രാൻഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പല ബ്രാൻഡുകളുണ്ട് അല്ലേ? വാൻ ഹ്യൂസൻ, ലൂയി ഫിലിപ്പ്, പിന്നെ ഏതൊക്കെയാണ്? പീറ്റർ ഇംഗ്ലണ്ട്, സാധാരണ നിങ്ങൾ കാണുന്ന ബ്രാൻഡുകളാണ്. ഓക്കെ. ജോൺ പ്ലേയേഴ്സ്, ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഒരു സിമ്പിൾ അല്ലെങ്കിൽ ഒരു നെയിം, അതായത് പിന്നെ അവരുടെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ലോഗോ എന്തെങ്കിലും ആവാം, സിമ്പിൾ ആവാം ബ്രാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ. അവരുടെ ഒരു പിന്നെ എന്താ പറയുക, പ്രൊഡക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ അതിൽ ഉണ്ടാവും. ഓക്കെ. പിന്നെ ബോട്ടിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന വേർഡാണ് അല്ലേ? ബോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ഫ്രഞ്ച് ടേമാണ്. അതാണ് അതിനൊരു വ്യത്യാസം വരുന്നത്. സാധാരണ ഒരു ഇംഗ്ലീഷ് ടേം അല്ലത്, ഫ്രഞ്ച് വേർഡാണ്. അതിനെന്താ പറഞ്ഞാൽ ഒരു ചെറിയ ഷോപ്പായിരിക്കും. പക്ഷേ അവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ ഓരോ കസ്റ്റമേഴ്സിനും അനുസരിച്ചിട്ടുള്ള ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത്. അതായത് മാസ് പ്രൊഡക്ഷൻ ആയിട്ടൊന്നും ചെയ്യുന്നില്ല. ഓരോ ഇൻഡിവിജ്വലിൻ്റെയും അഭിരുചിക്കനുസരിച്ച് അവർ പറയുന്ന ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ബോട്ടിക് എന്ന് പറയുക. ഓക്കെ. നമ്മളിപ്പോൾ ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയാൽ നമുക്ക് അങ്ങനെ കിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് പ്രത്യേക തരത്തിലുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും. അതൊന്നും കോമൺ ആയിരിക്കില്ല. സാധാരണ നമ്മൾ ഷോപ്പിൽ, വലിയ ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു പാറ്റേൺ തന്നെ പല ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സിലൊക്കെ കിട്ടാനുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു സാധനം എന്ന് പറഞ്ഞാൽ അത് അധികം ഉണ്ടാവില്ല. അപ്പോൾ കോമൺ അല്ല അവിടെ ഉണ്ടാവുന്ന പ്രോഡക്റ്റുകൾ. ഓക്കെ. കളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗ്രൂപ്പ് ഓഫ് ഗാർമെൻറ്റ്, കളക്ഷൻ ഒരു കൂട്ടം, ഒരു സീസണിലേക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഗാർമെൻറ്റ്സിനെ നമ്മൾ കളക്ഷൻ എന്ന് പറയാം. നമ്മൾ വിൻ്റർ കളക്ഷൻ എന്നൊക്കെ പറയുമല്ലോ, സമ്മർ കളക്ഷൻ, ഈ ഫാഷൻ വീക്കുകളില്ലേ, ഫാഷൻ ഷോസ്, അപ്പോൾ അതിൽ നമ്മൾ പറയാം അങ്ങനെയാണ് ഒരു ഫാഷൻ അല്ലെങ്കിൽ വിൻ്റർ കളക്ഷൻ എന്നൊക്കെയാണ് പറയുക. പിന്നെ ക്രോക്കി നമ്മൾ പറഞ്ഞാൽ അല്ലേ? ക്രോക്കി എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ഒരു ഡിസൈനിനെ നമ്മൾ ഒറിജിനൽ പെയിൻറ്റിങ്ങിനെയാണ് നമ്മൾ ക്രോക്കി എന്ന് പറയുന്നത്. ചാനൽ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ചാനൽ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സിമ്പിളായിട്ട് ഈസിയായി വെയർ ചെയ്യുന്നതിനാണ് നമ്മൾ ചാനൽ സ്റ്റൈൽ എന്ന് പറയുക. അതൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡല്ല കേട്ടോ. പക്ഷേ എക്സാമിന് ചോദിക്കുന്ന കുറേ വേർഡ്സ് ഉണ്ട്, അത് ഞാൻ വേറെ തരാം കേട്ടോ. ഫാഷൻ ടെർമിനോളജീസിൽ വരുന്നത് ടെക്സ്റ്റിലുള്ളത് ഞാൻ അങ്ങനെ എടുത്തതാണ്. പിന്നെ എഡ്യൂക്കേഷൻ എന്താ? ഫാഷൻ റിലേറ്റഡ് എഡ്യൂക്കേറ്റഡ് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അല്ലേ? നിഫ്റ്റൊക്കെ ഫേമസാണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. നിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾ ഇന്ത്യ എക്സാമൊക്കെ എഴുതിയിട്ടാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. പിന്നെ കുറേ കോളേജസ് ഉണ്ട്, നമുക്കറിയാലോ. കാലിക്കറ്റിൽ തന്നെ ഒരുപാട് കോളേജസിൽ നമ്മുടെ കോഴ്സുകൾ നടത്തുന്നുണ്ട്. പിന്നെ മാസ്റ്റർ ഡിഗ്രി എടുക്കാം. അങ്ങനെ ഒരുപാട് എഡ്യൂക്കേഷനിൽ ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഈ ഫാഷനുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സസ് പഠിക്കാനുള്ള ചാൻസുകൾ ഉണ്ട്. പിന്നെ ഫാഷൻ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി, അതിലെന്താ ഉണ്ടാവുക? ഫാഷൻ ബിസിനസ് പറഞ്ഞാൽ എന്താ? അപ്പാരൽ മാനുഫാക്ചറിങ് ഉണ്ടാവും, റീറ്റെയിൽ, മെർച്ചൻഡൈസിങ്, ടെക്സ്റ്റൈൽ, എല്ലാത്തിനെയും റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഫാഷൻ ബിസിനസ്സിൽ പറയുക. ഓക്കെ. പിന്നെ വിമൻ അപ്പാരൽ ആണ് ഏറ്റവും വലിയൊരു സെക്ടർ എന്ന് പറഞ്ഞാൽ. കാരണം ജെൻസിലൊന്നും നമ്മൾ അധികം ഫാഷൻ കൊണ്ടുവരുന്നില്ലല്ലോ, അധികം ഫാഷനുകൾ ഇറങ്ങുന്നില്ല. ഇല്ലെന്നല്ല, പക്ഷേ ലേഡീസ് ഗാർമെൻറ്റ്സ് അല്ലെങ്കിൽ വിമൻസ് വെയർ അപ്പാരൽ എന്ന് പറയുന്നതാണ് ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയൊരു മെയിനായിട്ടുള്ളൊരു പിന്നെ മേഖല എന്ന് പറയുന്നത്. ഫാഷൻ അത് കൂടുതൽ വരുന്നത് വിമൻസ് അപ്പാരൽ. പിന്നെ കിഡ്സ് വെയറിലും ഉണ്ട് കേട്ടോ, ചിൽഡ്രൻസ് വെയറിൽ ഒരുപാട് വരുന്നുണ്ട്.
അപ്പോൾ ഇതിലെങ്ങനെയാണ് എന്തൊക്കെ പ്രൊഡക്ഷനാണ് ഉണ്ടാവുക? സ്യൂട്ട്സ്, കോട്ട്സ്, ഡ്രസ്സ്, സ്പോർട്സ് വെയർ, പിന്നെ അണ്ടർവെയേഴ്സ്, പിന്നെ അത് ഉണ്ടാവും. പിന്നെ ആക്സസറീസ് വേറെ ഉണ്ട് അല്ലേ സെക്ഷന്. ഗ്ലൗസും ജ്വല്ലറി, ഷൂസ്, അത് വേറൊരു സെക്ഷൻ. അപ്പാരലിൽ പറയുമ്പോൾ നമ്മളെ കോട്ട്, സ്യൂട്ട്, ഡ്രസ്സ്, എല്ലാ ടൈപ്പ് ഡ്രസ്സുകളും പ്രൊഡക്ഷൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഫാഷൻ ബിസിനസ്സിൻ്റെ കുറച്ച് വേണമെങ്കിൽ നമ്മൾ അല്ലാത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്നും ഇല്ല. പക്ഷേ വേറെ ഉണ്ട് നമുക്ക് ഫാഷൻ വീക്ക്, അതിനെ പറ്റിയൊക്കെ കുറച്ച് വലിയ വലിയ ടോപ്പിക്കുകൾ പറയാനുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻസ് എവിടെ നിന്നെങ്കിലുമൊക്കെ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.